ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിന്റെ ചുരുളഴിയുന്നു. ഭർത്താവ് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയെന്ന് ജോർലിയുടെ മരണമൊഴി. വിഷം ഉള്ളിൽ ചെന്ന് യുവതിയായ വീട്ടമ്മ മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ ഭർത്താവിനെതിരെ കൊലക്കുറ്റം ചുമത്തി. പുറപ്പുഴ ആനിമൂട്ടിൽ ജോർലി വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച സംഭവത്തിലാണ് ഭർത്താവ് പുറപ്പുഴ ആനിമൂട്ടിൽ ടോണി മാത്യുവിനെതിരെ കരിങ്കുന്നം പോലീസ് കൊലക്കുറ്റം ചുമത്തിയത്. ഇക്കഴിഞ്ഞ 26-നാണ് ജോർലിയെ വിഷം ഉള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബലം പ്രയോഗിച്ച് കവളിൽ കുത്തിപ്പിടിച്ച ശേഷം ഭർത്താവ് ടോണി മാത്യു കുപ്പിയിലെ വിഷം വായിൽ ഒഴിച്ചു നൽകുകയായിരുന്നുവെന്ന് ജോർലി ആശുപത്രിയിൽ വെച്ച് മജിസ്ട്രേറ്റിനും പോലീസിനും മൊഴി നൽകി. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന ജോർലി വ്യാഴാഴ്ച വൈകുന്നേരം 4:30-യോടെയാണ് മരിച്ചത്. വിഷമുള്ളിൽ ചെന്ന നിലയിൽ ജോർലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ജോർലിയുടെ പിതാവ് പല്ലാരിമംഗലം അടിവാട് കുന്നക്കാട് ജോൺ കരിങ്കുന്നം പോലീസിൽ രേഖാമൂലം പരാതി നൽകിയിരുന്നു. ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ഭാഗത്തു നിന്ന് ജോർലിക്കും നിരന്തരമായി കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റിരുന്നതായി പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഭർത്തൃവീട്ടിൽ ജോർലി കടുത്ത പീഡനം ഏറ്റിരുന്നെന്ന് വ്യക്തമായി. ടോണിക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഇയാളെ പുറപ്പുഴയിലെ വീട്ടിലും വിഷം വാങ്ങിയ പുറപ്പുഴയിലെ വ്യാപാര സ്ഥാപനത്തിലും എത്തിച്ച് പോലീസ് തെളിവെടുക്കുകയും ചെയ്തു. ഇതിനുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.